സംസ്ഥാനം ഈ വർഷം അഭിമുഖീകരിക്കേണ്ടത് കൊടും വരൾച്ചയെന്ന് സൂചന. പുലർച്ചെയുള്ള കൊടും തണുപ്പിന് പിന്നാലെ പകൽ അനുഭവപ്പെടുന്ന കനത്ത ചൂട് വരൾച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം. ഭൂമിയിലെ ജലാംശത്തെ ഇത് സാരമായി ബാധിക്കും. കൊടും വേനൽ മുന്നിൽ കണ്ട് വരൾച്ചയെ നേരിടാൻ വിദഗ്ധ പദ്ധതികളുമായി ജലവിഭവ വകുപ്പ് രംഗത്ത്. 2017 കഠിന വേനലും കഴിഞ്ഞ വർഷത്തെ പ്രളയവും കേരളത്തെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. തലസ്ഥാനത്ത് വരൾച്ചയെ നേരിടുന്നതിനായി പേപ്പാറ ഡാമിലേക്ക് നെയ്യാർ ഡാമിൽ നിന്നും ജലം ഒഴുക്കിവിടാൻ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് കേരള ജലവിഭവ വകുപ്പ്. 2018 പ്രളയം കേരളത്തിന്റെ ജനജീവിതം താറുമാറാക്കിയപ്പോൾ ഇനിയൊരു വരൾച്ചയെ ഏവരും മുന്നിൽ കണ്ടിരുന്നു. 2017 വേനൽ കഠിനമായി നേരിട്ട പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾ പരിശോധിച്ച് ബദൽ ജലവിതരണം നടപ്പാക്കാൻ ജലവിഭവ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കുളങ്ങളിലെയും മറ്റ് ജലസ്രോതസ്സുകളിലെയും ജലം പരിശോധിച്ച് ശുദ്ധത രേഖപ്പെടുത്തും. കോറികളിലെ ജലസമ്പത്ത് സംരക്ഷിക്കാനും ഫിൽട്ടർ വാട്ടർ വിതരണം ചെയ്യാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ശബരിമലയിലെ ജലവിതരണവും സുഗമമാക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്ന് കേരള ജലവിഭവ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ വർഷം ജലം കിട്ടാതെ ജനം വലയില്ല. പ്രധാനപ്പെട്ട നദികളിൽ എല്ലാം വേണ്ട ജലസമ്പത്ത് ഇപ്പോഴുണ്ട്. വേനലിനെ നേരിടാൻ നദികൾക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കാനാണ് ജലവിഭവ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ, വർക്കല എന്നിവിടങ്ങളിലെ 20 ജലവിതരണ വകുപ്പുകൾ നടപ്പിലാക്കുന്നത് അടുത്തുള്ള വാമനപുരം നദിയുടെ ജലസമ്പത്ത് ഉപയോഗിച്ചാണ്. പേപ്പാറ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതിനായി യൂണിയൻ ഗവൺമെന്റിനോട് കേരള ജലവിഭവ വകുപ്പ് അനുമതി ആരാഞ്ഞിട്ടുണ്ട്. 107.5 മീറ്ററായ ജലനിരപ്പിന് 110.5 മീറ്ററായി ഉയർത്താനാണ് ശ്രമം. ഇത്തരത്തിൽ ജലം അണക്കെട്ടുകളിൽ നിറച്ചാൽ ജില്ലയെ വേനലിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.